അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കുട്ടത്തിൽ എം.എൽ.എ. തന്റെ മൗനം ഭഞ്ജിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സ്ത്രീ പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്നാണ് പുറത്തേക്കിറങ്ങിയത്. അത് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. സഭയിൽ ഇന്ന് ആദ്യ ദിനം ചരമോപചാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് സഭയിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കുട്ടത്തിൽ പിന്നീട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വലിയ രീതിയിൽ മാധ്യമപ്പട അദ്ദേഹത്തെ വളഞ്ഞു. അങ്ങനെ അദ്ദേഹം തന്റെ മൗനം ഭഞ്ജിച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും കാറിൽ കയറി പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ഇന്ന് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണുള്ളത്. അതിൽ 2 കാര്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില വാർത്തകൾ സംബന്ധിച്ചായിരുന്നു. അതിലൊന്ന്, രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്ന് സഭയിലേക്ക് എത്തുമെന്ന വാർത്ത വന്നപ്പോൾ മുതൽ മാധ്യമങ്ങൾ പറഞ്ഞത് അത് ഈ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് രാഹുൽ സഭയിലേക്ക് വരുന്നു. പ്രത്യേകിച്ചും വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹമാണ് നിയമസഭയിലെ കക്ഷി നേതാവ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന്റെ ഒരു അഭിപ്രായത്തെ മാനിക്കാതെ അല്ലെങ്കിൽ വി.ഡി. സതീശനെ ധിക്കരിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ ആ സഭയിലേക്ക് എത്തുന്നു. വി.ഡി. സതീശന്റെ ആ നിലപാടിനെ, സഭയിൽ വരുതരുത് എന്ന നിലപാടിനെ രാഹുൽ മാങ്കുട്ടത്തിൽ ഹൂ കെയേഴ്സ് എന്നാണ് എടുത്തത് എന്നാണ് മാധ്യമങ്ങളൊക്കെ തന്നെ വിമർശിച്ചത്. അതിന് രാഹുൽ മാങ്കുട്ടത്തിൽ നൽകുന്ന ഒരു വിശദീകരണം, താൻ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെയോ ധിക്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല, ഒരു എളിയ പ്രവർത്തകനാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നുവെങ്കിൽ പോലും താൻ മനസ്സുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനാണ്. മരണം വരെ അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. താൻ ആരെയും ധിക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും ധിക്കരിച്ചിട്ടുമില്ല. എന്നും പാർട്ടിക്ക് വിധേയനായി മാത്രം മുന്നോട്ട് പോകുന്ന ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു കോൺഗ്രസ്കാരനാണ്, കറകളഞ്ഞ ഒരു കോൺഗ്രസ്കാരനാണ് താൻ എന്ന് രാഹുൽ അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, അതും മാധ്യമങ്ങൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. രാഹുൽ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന യാത്രാവേളയിൽ പല നേതാക്കന്മാരെയും വിളിച്ച് ബന്ധപ്പെടുകയും അവരെ ഒന്ന് കാണാൻ ശ്രമിക്കുകയും ചെയ്തു. ചില മാധ്യമങ്ങൾ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ നേരിട്ട് കാണാനുള്ള ചില ശ്രമങ്ങൾ നടത്തി. എന്നാൽ അത് ദീപാദാസ് മുൻഷി അംഗീകരിച്ചില്ല എന്ന വാർത്തകൾ വന്നു. ഒപ്പം തന്നെ മറ്റു പല നേതാക്കളെയും ബന്ധപ്പെടുകയും അവരെ ഉൾപ്പെടെ കാണാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അത് ഒന്നും തന്നെ ഫലവത്തായില്ല, അതൊന്നും ആരും അംഗീകരിച്ചില്ല എന്നാണ് മാധ്യമങ്ങൾ നൽകിയ വാർത്ത. അതും രാഹുൽ നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ സസ്പെൻഷൻ കഴിയുന്ന ഒരു നേതാവാണ്. അപ്പോൾ സസ്പെൻഷൻ കാലയളവിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടി ചട്ടം എന്തൊക്കെയാണ് എന്ന് തനിക്കറിയാം. സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു നേതാവിന് മറ്റ് നേതാക്കളെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകന് മറ്റ് നേതാക്കളെ ഒന്നും തന്നെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നേരിട്ട് കണ്ട് എന്തെങ്കിലും സംസാരിക്കാനോ ഉള്ള ഒരു അനുവാദമില്ല. അത് തനിക്ക് നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ താൻ ആരെയും കാണാൻ ശ്രമിച്ചിട്ടില്ല, ഒരു നേതാവിനെയും താൻ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടിട്ടില്ല. അത് അത്തരം 2 വാർത്തകളും പരമ കള്ളമാണ്, പരമ പുച്ഛത്തോടെ താനത് തള്ളിക്കളയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അടുത്തത് തനിക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ നടക്കട്ടെ. ഒരു ഇടത് സർക്കാരാണ്, പിണറായി വിജയന്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ പിണറായി വിജയന്റെ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തനിക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യവും നൽകാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആനുകൂല്യവും ലഭിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടവും അതിന്റെ ഒരു പോലീസ് സംവിധാനവുമാണുള്ളത്. ആ പോലീസാണ് ഈ കേസ്, തനിക്കെതിരായ കേസ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതിന് അവസാനം ഒരു കൺക്ലൂഷൻ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നിയമപരമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ആ പോരാട്ടം നടക്കട്ടെ, അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കട്ടെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് താനില്ല. ചില മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളുടേതാണോ താങ്കളുടേതാണോ, അതിനകത്ത് യെസ് ഓർ നോ എന്നൊരു മറുപടിയെങ്കിലും പറയൂ എന്ന് പറഞ്ഞു. അതിനൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചില്ല. ഇത്രയും മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, തനിക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യം നൽകാത്ത അല്ലെങ്കിൽ തന്നെ കൊടുക്കാൻ വേണ്ടി മാത്രം നോക്കുന്ന ഒരു സർക്കാരാണുള്ളത്. ആ സർക്കാരിൽ നിന്നും തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീതി ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ അന്വേഷണം അതിൻ്റെതായ മുറയ്ക്ക് നടക്കട്ടെ. അതിനുശേഷം അതിന്റെ അന്തിമം എന്താകും, അന്വേഷണത്തിനൊടുവിൽ എന്താണ്, താൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നെങ്കിൽ തന്നെ ശിക്ഷിക്കട്ടെ, മറിച്ചാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വരട്ടെ. അതുകൊണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അന്വേഷണത്തെ പരിധിയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ ഓഡിയോയെ കുറിച്ച് പോലും താനൊന്നും പറയുന്നില്ല എന്നാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതികരിച്ചത്. ഇത്രയും പറഞ്ഞ അദ്ദേഹം തന്റെ കാറിൽ കയറി പോവുകയായിരുന്നു. നാളെ ഇനിയിപ്പോൾ സഭാ സമ്മേളനം ശരിയായ രീതിയിൽ പുനരാരംഭിക്കുകയാണ്. ഇന്ന് സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു, ചരമോപചാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നാളെ മുതൽ രാഹുൽ സഭയിൽ പങ്കെടുക്കുമെന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ രാഹുൽ മറുപടി പറഞ്ഞില്ല. എങ്കിൽ പോലും താൻ പാർട്ടിയെ ഒരിക്കലും പ്രതിരോധത്തിലാക്കത്തില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും ദോഷകരമായി ഒന്നും തന്നെ പ്രവർത്തിക്കില്ല എന്ന് ഉള്ള ആ പ്രതികരണത്തിൽ നിന്നും ഒരുപക്ഷെ
നാളെ മുതൽ രാഹുൽ സഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒപ്പം തന്നെ ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ, അതായത് MLA ഹോസ്റ്റലിൽ നിന്നും സഭയിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ SFI പ്രവർത്തകരുടെ വലിയൊരു പ്രതിഷേധമുണ്ടായി. കാർ തടയുകയും ഏതാണ്ട് 20ഓളം വരുന്ന SFI പ്രവർത്തകർ കാർ തടഞ്ഞ് അവിടെ നിർത്തുകയും രാഹുലിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും കൊടി ഉയർത്തുകയും ഒക്കെ തന്നെ ചെയ്തു. അവർ പറഞ്ഞത്, SFI നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു പ്രതിഷേധം നടത്തിയത് എന്നാണ്. ആ സമയത്ത് വലിയ DCP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധത്തിൽ ശക്തമായ ഒരു അമർഷം രാഹുൽ രേഖപ്പെടുത്തി. ഏറെ നേരം രാഹുൽ ആ കാറിൽ തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് DCPയുമായിട്ടൊക്കെ സംസാരിച്ചു. അതിനുശേഷമാണ് ഈ സമരക്കാരെ എല്ലാം പൂർണ്ണമായും നീക്കിയതിനു ശേഷമാണ് രാഹുൽ കാറിൽ നിയമസഭയ്ക്ക് മുന്നിലേക്ക് വരികയും മാധ്യമങ്ങളെ കാണുകയും ഒക്കെ തന്നെ ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നാളെ രാഹുൽ സഭയിൽ എത്തുമോ എന്നതാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഹുൽ അങ്ങനെ സഭയിലെത്തി പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കില്ല എന്നാണ് നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും നാളെ മുതൽ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഈ പോലീസിന്റെ മൂന്നാം മുറ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിനെടുത്ത് പ്രയോഗിക്കാനുണ്ട്. ആ ഘട്ടത്തിൽ രാഹുൽ വന്ന് ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും അവസാനം അങ്ങനെ ഇരിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിനെതിരെ ഈ പറയുന്ന പോലെ തങ്ങൾക്കെതിരായ ആയുധത്തിന്റെ മുനയൊടിക്കാൻ പറ്റിയ ഒരു വിഷയമായിട്ട് ഭരണപക്ഷം വിനിയോഗിക്കുമെന്നത് ഉറപ്പാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് നാളെ മുതലുള്ള സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്നത് ഒരു വലിയ ചോദ്യമായിട്ട് വരുമ്പോഴും അതിനുള്ള സാധ്യതകൾ ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്.